സ്വർണം ഉരുക്കി വിറ്റാലും അതിന്റെ വില കുറയില്ല. കാരണം അത്ര അമൂല്യമാണ് ഇന്ന് സ്വർണത്തിന്റെ വില വിപണിയിൽ. എന്നാൽ ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ചത് സ്വർണപ്പാളിയാണ്. ആ സ്വർണപ്പാളി ഉരുക്കാതെ തന്നെ അതേപടി മുറിച്ചെടുത്ത് വിറ്റിരിക്കാനാണ് സാധ്യതയെന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. കാരണം അത് അങ്ങനെ ചെയ്താൽ അത് ഡിവൈൻ സ്വർണമാണ്. അതിന് വില കൂടും, മൂല്യവും കൂടും. അപ്പോൾ മോഷണത്തുകയുടെ വലിപ്പവും കൂടും. ശബരിമല സ്വർണ്ണപ്പാളിയിൽ 475 ഗ്രാമോളം നഷ്ടമായെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ വിലയിരുത്തുന്നത്. ഏതാണ്ട് 59 പവൻ. വിജിലൻസ് കണ്ടെത്തലുകളിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി തന്നെ പറയുന്നുണ്ട്. അല്പം മുമ്പാണ് സംസ്ഥാന പോലീസ് മേധാവിയെ കേസിൽ കക്ഷി ചേർത്തുകൊണ്ട് ദേവസ്വം വിജിലൻസ് സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതി പരിഗണിച്ച് ഈയൊരു പരാമർശം നടത്തിയത്. സ്വർണത്തിന്റെ വില ഇന്ന് കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ സ്വർണം ഉരുക്കി വിറ്റാലും നഷ്ടമില്ല എന്നാണ് ഇന്നത്തെ കണക്കുകൂട്ടൽ. പക്ഷേ ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ചത് ഡിവൈൻ സ്വർണമാണ്. കാരണം എന്താണെന്നോ, അത് ദ്വാരപാലകന്മാരും ശബരിമലയിലെ കട്ടളപ്പടിയും ശ്രീകോവിലിന്റെ വാതിലുമൊക്കെ പൊതിഞ്ഞ സ്വർണപ്പാളിയാണ്. ആ സ്വർണപ്പാളി മുറിച്ചെടുത്ത് അതേപടി ഭക്തർക്ക് വിൽക്കുകയാണെങ്കിൽ അതിന് വില കൂടും, ആ ഡിവൈൻ സ്വർണത്തിന്റെ മൂല്യവും കൂടുമെന്നാണ് റാക്കറ്റുകാർ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ മോഷണത്തുകയുടെ വലിപ്പവും കൂടും. ഇപ്പോൾ ഹൈക്കോടതി വളരെ നിർണായകമായ വിലയിരുത്തലുമായി വരുന്നു. ശബരിമല സ്വർണ്ണപ്പാളിയിൽ 475 ഗ്രാമോളം നഷ്ടമായെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി റിപ്പോർട്ട് പരിഗണിച്ച് വിലയിരുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 59 പവൻ വരുന്നത്. വിജിലൻസ് കണ്ടെത്തലുകളിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സംസ്ഥാന പോലീസ് മേധാവിയും കേസിൽ കക്ഷി ചേർത്തു. ദേവസ്വം വിജിലൻസ് ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് സ്വർണം പൂശാനായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പാളികൾ കൈമാറിയതെന്നാണ് റിപ്പോർട്ട്. മഹസറിൽ പക്ഷേ രേഖപ്പെടുത്തിയത് ചെമ്പ് പാളി എന്നാണ്, സ്വർണം എന്നല്ല. ശില്പങ്ങൾ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ചപ്പോൾ സ്വർണത്തിന്റെ പാളി ദൃശ്യമായിരുന്നു. ഇത് മാറ്റാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി നിർദ്ദേശം നൽകി. 474.99 ഗ്രാം സ്വർണത്തിന്റെ ക്രമക്കേട് അവിടെ നടന്നു എന്നാണ് ഇപ്പോൾ കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. സ്മാർട്ട് ക്രിയേഷനിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞനുസരിച്ച് സ്വർണം കൈമാറി. എന്നാൽ പോറ്റി ഇത് ബോർഡിന് തിരികെ കൊടുത്തില്ല, പകരം മറിച്ച് വിറ്റു. അതുകൊണ്ട് തന്നെ ആരോപണങ്ങളിലും കണ്ടെത്തലുകളിലും നിഷ്പക്ഷമായ ഒരു അന്വേഷണം വേണമെന്നാണ് ഹൈക്കോടതിയുടെ ശക്തമായ നിലപാട്. 2 ആഴ്ചയിലൊരിക്കൽ അന്വേഷണ പുരോഗതി ഹൈക്കോടതിയെ അറിയിക്കുകയും വേണം. 6 ആഴ്ചക്കുള്ള റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കഴിഞ്ഞ മാസം അവസാനം ഈ വിവാദം വന്ന സമയം തന്നെ ദേവസ്വം മന്ത്രി VN വാസവൻ ഒരു പരാമർശം നടത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി നീക്കങ്ങൾ ദുരൂഹമാണ്. ശബരിമലയിലെ ദ്വാരപാല ശില്പത്തിന്റെ കാണാതായ സ്വർണപീഠം സ്പോൺസർ ഉണ്ണികൃഷ്ണന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ആ സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് ദേവസ്വം മന്ത്രി വെളിപ്പെടുത്തിയത്. ആദ്യം കാണാതായി എന്ന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പറയുകയും പിന്നെ അയാളുടെ ബന്ധുവീട്ടിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തതിൽ ദുരൂഹത കടുത്തു നിലനിൽക്കുന്നുണ്ട്. സ്പോൺസർ ജനങ്ങളെ വിഡ്ഢിയാക്കുകയാണെന്നും അയാളുടെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയില്ലെന്നുമാണ് മന്ത്രി അന്ന് പറഞ്ഞത്. അതിന്ന് കൂടുതൽ വ്യക്തമായിരിക്കുന്നു. അതേസമയം ഇത് ഡിവൈൻ സ്വർണമാണെന്ന വ്യക്തമായ ഒരു നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ശബരിമലയിലെ സ്വർണപ്പാളി കാണാതായ വിഷയത്തിൽ ശില്പി മഹേഷ് പണിക്കർ. ദ്വാരപാലക ശില്പങ്ങൾ പൊതിഞ്ഞ സ്വർണത്തിന് ഡിവൈൻ വാല്യൂ ആണെന്നും അത് ആ വാല്യൂ വളരെ കൂടുതലാണെന്നും അതിനാൽ വലിയ തുകയ്ക്കായിരിക്കും ഈ സ്വർണ്ണപ്പാളി മുറിച്ചു വിറ്റതെന്നുമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിശ്വാസത്തിന്റെ പേരിൽ തട്ടിപ്പായിരിക്കണം നടന്നിട്ടുണ്ടാകുക. ഇതിന് പിന്നിൽ വമ്പൻ സ്രാവുകളാണ്. ഹൈക്കോടതി ഉത്തരവ് വന്നതോടെ നടന്നത് വലിയ കൊള്ളയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എൻ്റെ ഒരു അറ്റം മാത്രമാണ്. ശബരിമലയിലെ ആ ദൈവിക ചൈതന്യത്തിനാണ് ഇവിടെ വില കൽപ്പിച്ചതും അത് വിറ്റു തുലച്ചതും. സ്വർണ്ണപ്പാളി ഉൾപ്പെടെ വിൽക്കാനാണ് സാധ്യത. സ്വർണം ഉരുക്കി നൽകുന്നതിനേക്കാൾ പാളി ഉൾപ്പെടെ വിറ്റാൽ പണം കൂടുതൽ നൽകും. സിനിമാ മേഖല ഉൾപ്പെടെ ഈ സ്വർണ്ണപ്പണം പോയി എന്നും ഇപ്പോൾ ഈ മഹേഷ് പണിക്കർ പറയുന്നുണ്ട്. എന്തായാലും ശബരിമലയിൽ പൊതിഞ്ഞ സ്വർണ്ണമാണതെങ്കിൽ അത് വാങ്ങാൻ ആൾക്കാർ ഭക്തർ ക്യൂ നിൽക്കും. അതുതന്നെയാണ് ആ വിശ്വാസം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുതലെടുത്തിരിക്കുന്നത്. 100 കോടി വരെ നൽകി വാങ്ങാൻ ആളുകളുണ്ടെന്നാണ് ഇപ്പോൾ ശില്പി മഹേഷ് പണിക്കർ പറയുന്നത്. പഴക്കം ചെന്നൊരു ക്ഷേത്രമാണ് ശബരിമല. അവിടുത്തെ ഏതൊരു ലോഹഭാഗവും വീട്ടിൽ സൂക്ഷിച്ചാൽ ശനിദോഷമടക്കം മാറുമെന്നൊരു ധാരണ നമ്മുടെ ദക്ഷിണേന്ത്യക്കാർക്ക് മൊത്തത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ആ വിശ്വാസത്തെ മുതലെടുത്താണ് ഈ വൻ തട്ടിപ്പ് നടന്നിരിക്കുന്നതെന്നും കോടികളുടെ ഇടപാടുമായി റാക്കറ്റുകൾ സജീവമായി രംഗത്തുണ്ടെന്നുമൊക്കെ ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും സംസ്ഥാന പോലീസ് മേധാവിയെ കേസിൽ കക്ഷി ചേർത്തതോടെ കൂടുതൽ ശക്തമായൊരു പോലീസ് ടീമിനെ
ഈ വിഷയം അന്വേഷിക്കാൻ നിയോഗിക്കുമെന്ന് തന്നെയാണ് ഹൈക്കോടതിയും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 6 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി പോലീസിനോട് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച